MES പ്രസിഡന്റ് ഫസൽ ഗഫൂറിനെ ED പൊക്കിയെന്നാണ് കേൾക്കുന്നത്. പച്ച വിളിച്ച മുഴുവനാണോ? പച്ച വിളിച്ച് ഇദ്ദേഹം ഓസ്ട്രേലിയയിലേക്ക് പോകുമായിരുന്നു. വിദേശ രാജ്യങ്ങളെല്ലാം സന്ദർശനം നടത്തുന്ന ആളാണ് ഇദ്ദേഹം. എല്ലാത്തിനും അവസാന വാക്കാണല്ലോ, എല്ലാത്തിൻ്റെ ശരികേടും ഒക്കെ തീരുമാനിക്കുന്ന അദ്ദേഹമാണ് ഫസൽ ഗഫൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അദ്ദേഹത്തിൻ്റെ ഒരു പ്രസിദ്ധമായിട്ടൊരു ഏതാനും വർഷങ്ങൾക്ക് അന്തിച്ചർച്ചകൾക്ക് സ്ഥിരമുള്ള ആളാണല്ലോ ചങ്ങായി. സ്നേഹമുള്ള ആളൊക്കെ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛനും അതുപോലെ സ്നേഹം. ഞങ്ങൾക്ക് മലയാള മനോരമയിലുള്ളപ്പോൾ MES ലോഡ്ജിലൊക്കെ മുറി ഒരുക്കി തരുന്ന ആളാണ്. ഡോക്ടറായിരുന്നു ദഹു. നല്ല മനുഷ്യനായിരുന്നു, നമ്മളത് മറക്കരുത്. കോഴിക്കോട്ടുകാരുടെ മലബാറിൻ്റെ സ്നേഹം ഏതെങ്കിലും മതവിഭാഗത്തിൻ്റെ സ്നേഹമല്ല, പ്രത്യേകം ഓർമ്മിക്കുക. മലബാറിൻ്റെ ഒരു സ്നേഹമുണ്ട്, കണ്ണൂരിൻ്റെ ഒരു സ്നേഹമുണ്ട്, വളരെ ശുദ്ധമായ സ്നേഹം. ആ സ്നേഹമുള്ളവരാണ് ഇദ്ദേഹവും. അങ്ങനെ ആയിരിക്കും. ഇദ്ദേഹത്തിന് എനിക്കറിയില്ല. ഇദ്ദേഹം പറഞ്ഞൊരു വാക്യമാണ്, തുറന്നടിക്കുന്ന ഒരാളാണെന്നുള്ളത് മനസ്സിലായി. NSSുമായിട്ടുള്ള എന്തോ ഒരു ചർച്ചയിൽ MESന് കൂടുതൽ ആനുകൂല്യങ്ങൾ അനുവദിച്ചു കൊടുത്തു, ഞങ്ങൾക്ക് തരുന്നില്ലെന്ന് NSS ഈ SNDP യോഗം പ്രസിഡന്റ് വെള്ളാപ്പള്ളി പറയുന്നത് പോലെ NSSൻ്റെ ഈ സുകുമാരൻ നായർ തന്നെയാണെന്ന് എന്തോ ഒന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞവർ ചർച്ചയിൽ ഇരുന്നുകൊണ്ട് നോക്ക്, നായന്മാർക്ക് ഒറ്റ ഒരെണ്ണത്തിന് ഞങ്ങൾ ഇനി അഡ്മിഷൻ കൊടുക്കില്ല. ചാനലിൽ ഇരുന്നുകൊണ്ട് പറയുക NSSൻ്റെ പ്രസിഡന്റ് പറഞ്ഞതിന് നായന്മാർ മുഴുവനായിട്ട് ശിക്ഷിക്കേണ്ട കാര്യമുണ്ടോ? എന്തൊരു വിവരക്കേടാത്. NSS കരയോഗത്തിൽ അംഗങ്ങളായിട്ട് എത്ര പേരുണ്ട്? അല്ല, ഫസൽ ഗഫൂർ അറിയാൻ സുകുമാരൻ നായർ അല്ല NSS. അന്നേ ഞാൻ വിചാരിച്ചാൽ എവിടെങ്കിലും ഇട്ടൊരു കൊട്ട് കിട്ടണം. ഇപ്പം അത് കിട്ടി. അതിലെനിക്ക് പേഴ്സണലായിട്ടൊരു സ്വകാര്യ സന്തോഷമുണ്ട് സത്യം പറഞ്ഞാൽ. അങ്ങനെ കയറി പറയാം, ഒരു സമുദായത്തെ മുഴുവൻ അടച്ചാക്ഷേപിച്ച് നായന്മാർക്ക് ഞാൻ കൊടുക്കത്തില്ല. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രബലമായ സ്ഥാനം കൊണ്ട് ചാനൽ മാനേജരൊന്നും പറയുന്നില്ല. ചാനലിൻ്റെ ആ ആങ്കറായിട്ടിരിക്കുന്ന ഒരു അവതാരം ഉണ്ടല്ലോ, അയാളും ഒന്നും പറയുന്നത്, അവതാരകനല്ല അവതാരം, ഒന്നും പറയുന്നില്ല. വേറെ NSS പിന്നെ അതിനെക്കുറിച്ച് മിണ്ടിയതേയില്ല, അന്തസ്സായിട്ടുള്ള ഒരു മൗനം പാലിച്ചു. അതാണ് ഒരു തറവാടിത്തം എന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെ പറയാമോ? NSS പ്രസിഡന്റ് എന്തെങ്കിലും പറഞ്ഞ ഉടൻ നായന്മാരെ മുഴുവൻ ശിക്ഷിക്കുക, എങ്ങനെയാണോ വേണ്ടത്? അങ്ങനെയാണെങ്കിൽ NSS കോളേജുകളിലെ മുസ്ലിങ്ങൾക്ക് അഡ്മിഷൻ കൊടുക്കാവുന്ന ഈ രാജ്യത്തിൻ്റെ സ്ഥിതി എന്താവും? ഫസൽ ഗഫൂറെ അതുപോലെ വടക്കേ ഇന്ത്യയിലോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങനെ അവരൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും ഫസൽ ഗഫൂറെ സ്ഥിതി? വിവേകമില്ലാത്ത വർത്തമാനം. അങ്ങനെ പാവമാണ്, വർഗീയതയുള്ള ആളാണെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ പണം ധാരാളമായിട്ട് കുന്നുകൂടുന്നുണ്ട്. സോഴ്സസ് ഒന്നും എനിക്കറിയില്ല, പക്ഷേ പണം ധാരാളമായിട്ട് കൊണ്ടു. MES എന്ന് പറയുന്ന സംഘടന കേരളത്തിൽ വലിയൊരു സേവനം ചെയ്ത ഒരു സംഘടനയാണ്. മലാല യൂസഫിനെ പോലെ ഒരു റോൾ അവർ നിർവഹിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റി എന്ന് പറയുന്ന സൊസൈറ്റി മലബാറിൽ വലിയൊരു റെവല്യൂഷൻ തന്നെ നിർവഹിച്ചിട്ടുണ്ട്. മലപ്പുറത്ത് എന്ന് പറഞ്ഞാൽ നോക്കൂ, അവിടെയാണ് മിക്ക റാങ്കുകൾ ഇപ്പോൾ പോകുന്നത്, മലപ്പുറത്തേക്കാണ്. അതിൻ്റെ ഖ്യാതിയും ക്രെഡിറ്റ് ഒരു ഭാഗം വരെ മുസ്ലിം ലീഗിനുമുണ്ട് MESനുമുണ്ട്. അവരെ വിദ്യാഭ്യാസമുള്ളവരായി. അവരൊന്നും പഠിക്കുകയില്ല, ഞങ്ങളൊന്നും പഠിക്കുകയില്ല, തട്ടമിട്ട് വീട്ടിലിരിക്കുകയുള്ളൂ, പിന്നെ നിക്കാഹ് കഴിച്ച് അങ്ങ് പോവുകയുള്ളൂ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിലെ ട്രൈബൽസിനെ പോലെ പെരുമാറി എന്ത് ചെയ്തേനും നമ്മുടെ രാജ്യം അതനുസരിച്ച് പിന്നോട്ട് പോവുകയല്ലേ ചെയ്യുക. അങ്ങനെ വലിയ സംഭാവന ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് ED അന്വേഷണം സംശയം വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും കാണണം. പലതവണ വിളിച്ചു കഴിഞ്ഞിട്ട് വരാതിരുന്നിട്ട് ഓസ്ട്രേലിയയിലേക്ക് പോയി. അതുകൊണ്ടാണ് EDക്ക് സംശയം വന്നത്, ഇത് മുങ്ങാനുള്ള പരിപാടിയാണോ എന്ന് തോന്നി. അപ്പോൾ അറസ്റ്റ് എന്നും പറഞ്ഞാണ് പല മാധ്യമങ്ങളും കൊടുത്ത്. അറസ്റ്റ് അല്ലാതെ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്തു. അതാണിപ്പോൾ സംഭവിച്ചത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നാണ് ഇദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുവന്നത്. ഓസ്ട്രേലിയക്ക് പോകാനായിരുന്നു. എന്തായാലും ആ യാത്ര കുളമായിട്ടുണ്ടാവും. കാരണം അതിൻ്റെ സമയത്ത് ചെന്നില്ലെങ്കിൽ അതിനകത്ത് പിന്നെ ഗേറ്റ് വഴി എൻ്റർ ചെയ്യാൻ പറ്റില്ല, ക്ലോസ്ഡ് ആയിരിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് അദ്ദേഹം തിരിച്ചു പോന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്നെ അറസ്റ്റ് ചെയ്തിട്ടില്ലെന്ന് അദ്ദേഹം തന്നെ വിളിച്ചു പറയുന്നുണ്ട്. തന്നെ പീഡിപ്പിക്കുകയാണെന്ന് അദ്ദേഹം ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ ഉണ്ട്. ഇല്ല, അതൊന്നും അങ്ങനെ വലിയ കോടികളുടെ ഇടപാട് അല്ലെങ്കിൽ ഹവാല പണം അല്ലെങ്കിൽ പണം വെളുപ്പിക്കൽ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ മനസ്സിലാക്കുന്നത് നിക്ഷേപ തട്ടിപ്പാണ് എന്നാണ് മനസ്സിലാകുന്നത്. നിക്ഷേപ തട്ടിപ്പ് നടത്തി എന്നുള്ള അതെന്താണെന്നുള്ള വിശദാംശങ്ങൾ നമ്മളിനി അറിയാനിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും ഒരു ഫ്രോഡ് നടന്നിട്ടുണ്ട് സ്ഥാപനത്തിൽ. അതുകൊണ്ടാണ് ED വല വീശിയത്. ED ഇങ്ങനെ പലതവണ ഇദ്ദേഹത്തിന് നോട്ടീസ് അയച്ചതാണ്. ഒന്നും മൈൻഡ് ചെയ്തില്ല. ഞാൻ MESൻ്റെ അധ്യക്ഷനല്ലേ, എനിക്കിതൊന്നും പോകണ്ട, ഞങ്ങൾക്ക് പ്രത്യേക അവകാശം എന്നൊക്കെ വിചാരിച്ചിരുന്നു വേണം. ആ അവകാശം എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായി. അത് ഇപ്പോൾ മനസ്സിലാക്കി കൊടുത്തു ED ആരാണെന്ന് ED കാണിച്ചു കൊടുത്തു. TN ശേഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്താണെന്ന് അദ്ദേഹം കാണിച്ചു കൊടുത്ത പോലെ തന്നെ ED കാണിച്ചു കൊടുക്കുന്നുണ്ട്. പലർക്കും ഇത് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അവർ പറയുന്നുണ്ട് കേന്ദ്രത്തിൻ്റെ രാഷ്ട്രീയ ഇടപെടലാണ്. EDയുടെ ശക്തി ഇപ്പോഴാണ്. EDയെ പറ്റി നമ്മൾ അധികം കേട്ടിട്ടുണ്ടോ? ED എന്നും പറഞ്ഞ് ED എന്ന് കേട്ടിട്ടുണ്ട്, അല്ല ED എന്ന് നമ്മളധികം കേട്ടിട്ടില്ല. ഇപ്പോഴാണ് അവരുടെ ശക്തി നമ്മൾ മനസ്സിലാക്കി. ഇത്രയും പവർഫുള്ളായിട്ടുള്ള അറസ്റ്റ് ചെയ്യാനും കസ്റ്റഡിയിലെടുക്കാനും ശക്തിയുള്ളൊരു സംഘടനയാണെന്ന് ഇപ്പോഴല്ലേ അറിയുന്നത്. കാരണം അതുവരെ അതവർ കൂട്ടിലടച്ചിട്ട തത്തയായിരുന്നു. ഇപ്പോഴാണ് ചിറകടിക്കുന്ന തത്തയായിട്ട് മാറിയത്. അതിൻ്റെ ഓപ്പറേഷൻസ് അവർ നടത്തും.
അല്ല ഫസൽ ഗഫൂറിനോട് ഒരു ദേഷ്യവും ഉണ്ടായിട്ടുള്ളത് കൊണ്ടല്ല. ഓസ്ട്രേലിയക്ക് പോയപ്പോൾ അവർക്ക് സംശയം വന്നു കാണും, പോയി കഴിഞ്ഞ് തിരിച്ചു വരാതിരിക്കാനാണ്. ഇപ്പോൾ പണക്കാർക്ക് കൂടെ ഉള്ള ഒരു സൂക്കേടാണല്ലോ വിദേശത്തേക്ക് ഒരു യാത്ര അങ്ങ് പോവുക. ഇപ്പോൾ എല്ലാ ട്രാൻസാക്ഷൻസും ഡിജിറ്റലായിട്ട് ഇവിടെ ഇരുന്ന് നടത്താവുന്നേ ഉള്ളൂ, എങ്കിലും വിദേശത്തേക്ക് ഒന്ന് പോവുക. പണം ഇഷ്ടം പോലെ കുന്നുകൂടിയിരിക്കുകയല്ലേ, അവിടെയാണ്. അവിടെ ഒന്ന് പോയിട്ട് വരാം, ഞാനൊന്ന് പോയിട്ട് വരാം എന്ന് പറഞ്ഞൊരു പോക്കാണ്. പെട്ടിയെടുത്ത് തൂക്കി പിടിച്ചു. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. ചാരിറ്റി എൻജിഒകളൊക്കെ ആകുമ്പോൾ ടാക്സ് അടയ്ക്കണ്ട അല്ലേ? അതാണ് ഇവിടെ പല സംഘടനകളും, ഞാൻ പറയുന്നില്ല, ചാരിറ്റി അനുസരിച്ചാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പക്ഷെ നടത്തുന്നത് കച്ചവടമാണ്, ബിസിനസ്സാണ്. ചാരിറ്റി എൻഡോമെൻ്റ് അനുസരിച്ച് രജിസ്റ്റർ ചെയ്യും, നടത്തുന്നത് കച്ചവടമാണ് പല സ്ഥാപനങ്ങളും. മനസ്സിലായോ? അവിടെ ഈ മണി ട്രാൻസാക്ഷൻസ് അല്ല, അവിടെ ലാഭം ത്തിന് വേണ്ടിയിട്ടുള്ള പരിപാടികൾ പാടില്ലെന്നുള്ളതാണ്. ഉദാഹരണം ശ്രീരാമകൃഷ്ണ മിഷൻ, അതിൻ്റെ ആശുപത്രി ഒരു ലാഭവും ആശിച്ചുകൊണ്ടുള്ള ഏറ്റവും ചുരുങ്ങിയ ചിലവിലാണ് അവർ ആശുപത്രി ചിലവിന് ചികിത്സ നടത്തുന്നത്. പാവപ്പെട്ടവർക്ക് ഏറ്റവും അനുഗ്രഹം, 5 പൈസ കൂടുതൽ അവർ വാങ്ങിക്കാറില്ല. ചാരിറ്റി ഓർഗനൈസേഷൻ തന്നെ അവരങ്ങോട്ട് കൊടുക്കുകയാണ് രോഗികൾക്കും, ഡോക്ടർമാരുടെ ശമ്പളമൊക്കെ. EMSൻ്റെ മകൾ അവിടെയായിരുന്നല്ലോ, ശാസ്തമംഗലം, അറിയില്ല, ശ്രീരാമകൃഷ്ണ മിഷൻ. ഒരു ഓപ്പറേഷന് മറ്റ് പല വമ്പൻ ആശുപത്രികളിൽ 2-2.5 ലക്ഷം രൂപ പറഞ്ഞത് ഇവിടെ 60,000 40,000 രൂപയില് ലാഭേച്ഛയല്ല അവിടെ. മനസ്സിലായോ? അതൊരു ചാരിറ്റി ഹോസ്പിറ്റലാണ്, സംശയമൊന്നുമില്ലാത്ത കാര്യമാണ്. മറ്റു പലരും ചാരിറ്റി സംഘടനയാണ് ഞങ്ങളുടെ എന്നും പറഞ്ഞ് രജിസ്റ്റർ ചെയ്യും. ടാക്സ് അടയ്ക്കാതിരിക്കാനുള്ള കള്ളത്തരമൊക്കെ കാണിക്കും. നിയമനത്തിന് വരെ കോഴ വാങ്ങിക്കും. അങ്ങനെയുള്ള സംഘടനകൾ അങ്ങനെയാണോ? MES അങ്ങനെയാണോ? എനിക്കറിയാമോ. ഇപ്പോൾ അങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് പ്രോഫിറ്റ് മോട്ടീവ് വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. നിക്ഷേപ തട്ടിപ്പ് വന്നിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് മോട്ടീവ് വന്നിട്ടുണ്ടെന്ന് തന്നെ എൻ്റെ അർത്ഥം ആണ്. ഇപ്പോൾ ഈ പണ്ടങ്ങനെ ആയിരുന്നിരിക്കില്ല. ഇപ്പോൾ പക്ഷേ ലേറ്റസ്റ്റ് ഫാഷനല്ലേ ഇപ്പോൾ കറപ്ഷൻ എന്ന് പറയുന്നത്. ജനപ്രിയല്ലേ ഇപ്പോൾ വരാൻ പോകുന്നത്. കറപ്ഷൻ ആകാം അവിടെ, അതാണ് അവരുടെ തത്വശാസ്ത്രം. അങ്ങനെ വന്ന് കാണും. വന്നിരുന്നു ചാന്തി ചാനലിൽ വലിയ ആദർശങ്ങളൊക്കെ പറഞ്ഞിട്ട് അപ്പുറത്തോട്ട് പോയി ഇതാണിത് പരിപാടി, കള്ളപ്പണം എന്നുള്ളത് തെളിഞ്ഞു. അതിപ്പോൾ പറഞ്ഞില്ലല്ലോ, പുള്ളി ഒന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ എന്നെ വേട്ടയാടുകയായിരുന്നു, ഞാനൊരു മുസ്ലിം ആയതുകൊണ്ടാണ്. പിന്നെ അവിടുത്തെ മൗലവി മദാനി പറയും ഒരു മുസ്ലിമിന് ഈ രാജ്യത്ത് MESന്റെ പ്രസിഡന്റ് ആയിരിക്കും. പേടിക്കേണ്ട കാര്യമില്ല. ജാതിക്കാർഡ് ഇനി ചാനലുകൾ ഏറ്റുപിടിക്കും. ബസർ കപൂർ മുസ്ലിം ആയതുകൊണ്ടാണ് ED അറസ്റ്റ് ചെയ്തത്. ED കേന്ദ്രത്തിന്റെ ചട്ടുകമായി ED പ്രവർത്തിക്കുന്നു. ED ഇനിയിപ്പോ പിന്നെ ഇദ്ദേഹം ഹിന്ദു ആയിരുന്നെങ്കിൽ ED തൊടില്ലായിരുന്നു. തെറ്റ് ചെയ്തവൻ മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും വെള്ളാപ്പള്ളിയെ പിടിക്കുന്നില്ല. NSSന്റെ MESന്റെ പ്രസിഡന്റിനെ പിടിച്ചു, NSSന്റെ പ്രസിഡന്റിനെ പിടിക്കാൻ പാടെന്താ? NSS എന്ന് പറയുന്നത് എന്താ? സുകുമാരൻ നായർ അട്ടിപ്പറവകാശമൊന്നുമല്ല. NSSൽ എത്ര പേര് സുകുമാരൻ നായരുമായിട്ടുണ്ട്? എനിക്കെതിരെ ഭീഷണി വന്നാണ്, NSSനെതിരെ പറഞ്ഞെന്നും പറഞ്ഞ് ഭീഷണി വന്നാണ്. ഡയറക്ടർ ബോഡി താഴെ നിന്നുമല്ല, ഡയറക്ടർ ബോഡി അത് അപ്പം ഡെലീറ്റ് ചെയ്ത് കളഞ്ഞോണമെന്ന്. സുകുമാരൻ നായരെ പറയാൻ പാടില്ല. സുകുമാരൻ നായർ ആരാ? അങ്ങനൊന്നും പറയും, NSSനെ ഒന്നും പറയരുത്, NSSനെ പറയരുത്. സുകുമാരൻ നായർ പറയണെങ്കിൽ ഞാനും സുകുമാരൻ നായരുടെ വിഭാഗത്തിൽപ്പെടുന്നത് തന്നെയാ. നമുക്കൊന്നും ഇന്ന് വരെ സുകുമാരൻ നായരുടെ അല്ലെങ്കിൽ ഈ ജാതിയുടെ ഇത് വെച്ചിട്ടൊന്നും നമുക്കൊരു ആനുകൂല്യങ്ങൾ ഇന്നുവരെ കിട്ടിയിട്ടില്ല. അത് കിട്ടിയിട്ടല്ല നമ്മൾ ഇതുവരെ എത്തിയത്. നമുക്ക് കഴിവുണ്ടെന്ന് തോന്നിയതുകൊണ്ട് നമ്മൾ പഠിച്ച് നമ്മൾ എത്തി. പിരിവ് കൊടുക്കുന്നുണ്ടല്ലോ. അത് പിരിവ് കൊടുത്തില്ലെങ്കിൽ മരിക്കുമ്പോൾ വരില്ല എന്നാണ് ഭീഷണിപ്പെടുത്തുന്നത്. കസേരയും മേശയും കൊണ്ട് വരില്ല. മറ്റേ NSS ഈ അമ്മമാരെ പറഞ്ഞു വെപ്പിച്ചിരിക്കുന്നത് NSS തൊട്ടില്ലെങ്കിൽ മോശം കിട്ടൂല എന്നാണ്. അതുകൊണ്ട് പറയുന്നത് കേട്ടത് നല്ല ഒന്നാന്തരം നായരാന്ന് തോന്നിയിരുന്ന NSSനെ ചീത്ത പറയുന്നത്. അതുകൊണ്ട് ഞങ്ങളിലില്ല മുസ്ലിം രക്തം, ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം, ഞങ്ങളിലില്ല നായർ രക്തം. അതുകൊണ്ട് ഞങ്ങൾ നിഷ്പക്ഷമായിട്ട് പറഞ്ഞു. അതുപോലെ അബ്ദുൽ ഗഫീറിനെ പറയുന്ന പോലെ നാളെ ഞങ്ങൾ വേണമെങ്കിൽ ഈ സുകുമാരൻ നായരെ കുറിച്ചും പറയും, വെള്ളാപ്പള്ളിയെ കുറിച്ചും പറയും. ആര് ഭീഷണിപ്പെടുത്തിയാലും ഡിലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാലും ഡിലീറ്റ് ചെയ്തവരെ തുറന്ന് കാട്ടുക തന്നെ ചെയ്യും. അതിന് ഏത് കൊമ്പനായാലും സത്യമായിട്ട് പറയുക എന്നുള്ളതാണ് ഞങ്ങൾ പഠിച്ചിട്ടുള്ള ജേർണലിസത്തിന്റെ പാഠം. അത്രയേ ഉള്ളൂ.